ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. നാം പഠിച്ചു യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയെന്ന്. അതിനുശേഷം ദൈവം ഈ മനുഷ്യനെ കൊണ്ട് ഒരു തോട്ടത്തിലാക്കി. ആ തോട്ടത്തിൻ്റെ പേരാണ് ഏദൻ തോട്ടം എന്നുള്ളത്. ആ ഏദൻ തോട്ടത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ആ തോട്ടത്തിലുണ്ടായിരുന്നു. അത്ര മനോഹരമായ ഒരു തോട്ടത്തിലാണ് ഈ മനുഷ്യനെ ആക്കി. മാത്രമല്ല ആ തോട്ടം നനയ്ക്കുവാനായിട്ട് ഒരു നദിയുണ്ട്. ആ നദി നാലായിട്ട് തിരിഞ്ഞ് ആ തോട്ടം മുഴുവനായിട്ട് നനയ്ക്കുന്ന ആ ഒരു നദിയും ദൈവം അതിലുണ്ടാക്കി. അതിന് ശേഷം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ മനുഷ്യനോട് പറഞ്ഞു, ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ മനുഷ്യനെ ആക്കി. അങ്ങനെ ഏദൻ തോട്ടം കാപ്പാൻ വേണ്ടി മനുഷ്യനെ ആക്കിയതിന് ശേഷം യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലവും നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ തോട്ടത്തിൽ അനേക വൃക്ഷങ്ങളുണ്ട്, അനേക ഫലങ്ങളുണ്ട്. അത് നല്ല ഫലങ്ങളെന്നാണ് യഹോവയായ ദൈവം നല്ല ഫലങ്ങളെന്ന് പറയുമ്പോൾ അത് എത്ര നല്ലതായിരിക്കും നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. അത്രമാത്രം നല്ല ഫലങ്ങളുള്ള ഫലപുഷ്ടമായ ഒരു തോട്ടത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുതെന്ന് ദൈവം മനുഷ്യനോട് പറഞ്ഞു. അതിനുശേഷം മനുഷ്യൻ്റെ മുമ്പിൽ എല്ലാ മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും അതിലുള്ള എല്ലാ ജീവജന്തുക്കളെയും മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അതിനുശേഷം മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. അപ്പോൾ നാം ഒന്ന് ഓർത്ത് നോക്കിക്കുക, മനുഷ്യൻ എത്ര ബുദ്ധിയുള്ളൊരു ജീവിയായിരുന്നു എന്നുള്ളത്. അങ്ങനെ എല്ലാത്തിനും പേരിട്ടു. പേരെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ നോക്കിയപ്പോൾ മനുഷ്യന് മാത്രം ഒരു തുണയെ മനുഷ്യൻ കണ്ടില്ല. എത്ര ഭംഗിയുള്ള പക്ഷികളുണ്ടായിരുന്നു അവിടെ, സകല മൃഗങ്ങളുണ്ടായിരുന്നു, പറവുകളുണ്ടായിരുന്നു, നിലത്ത് നിന്നുള്ള മൃഗങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് മനുഷ്യന് മനസ്സിലായി, ഇതൊന്നും മനുഷ്യന് വേണ്ടി തുണയല്ല എന്ന് മനസ്സിലായി. അപ്പോൾ യഹോവയായ ദൈവം തീരുമാനിച്ചു, ഈ മനുഷ്യൻ ഏകനായിട്ടിരിക്കുന്നത് നന്നല്ല എന്ന് തീരുമാനിച്ചിട്ട് യഹോവയായ ദൈവം എന്ത് ചെയ്തു, മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അത് കഴിഞ്ഞിട്ട് യഹോവയായ ദൈവം മനുഷ്യൻ്റെ വാരിയെല്ലിൽ നിന്ന് ഒരു വാരിയെല്ലെടുത്ത് അതിനെ ഒരു സ്ത്രീയാക്കി. ആ സ്ത്രീയാക്കിയതിന് ശേഷം ആ സ്ത്രീയെ മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, മനുഷ്യൻ ഇത്രയും കഴിവുള്ളൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാത്തിനും പേരിട്ടു. അത് കഴിഞ്ഞിട്ട് തനിക്ക് വേണ്ടി സൂട്ടബിളായിട്ട് ആരെയും കണ്ടില്ലെന്ന് മനസ്സിലാക്കി. എന്നാൽ ഈ സ്ത്രീയെ കണ്ട വഴി മനുഷ്യൻ പറയുകയാണ്, ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാവുന്നു. ഇവളെ നരലിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും. അങ്ങനെ മനുഷ്യൻ ആ സ്ത്രീയെ അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നായിട്ട് തീർന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ദൈവം മനുഷ്യന് വേണ്ടി തക്ക തുണിയെ ദൈവം ഉണ്ടാക്കി മനുഷ്യന് കൊടുക്കുന്നതായിട്ട് കാണും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വാക്യം പഠിക്കാം. ഉൽപ്പത്തി 2:18 വാക്യം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്നരുളി ചെയ്തു. നമുക്കൊന്നും കൂടെ ആ വാക്യം പഠിക്കാം. നമ്മൾ ഉൽപ്പത്തി 2:18 വാക്യം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല, ഞാൻ അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്നരുളി ചെയ്തു. ഇതിൽ അനേക ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് മനുഷ്യനെ കരുതുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യന് വേണ്ടി എല്ലാം നല്ലതായിട്ടുള്ള എല്ലാം ദൈവം ഉണ്ടാക്കിയതിന് ശേഷമാണ് മനുഷ്യനെ ഉണ്ടാക്കി അവനെ
ഏറ്റവും മനോഹരമായൊരു താട്ടത്തിലാക്കി മനുഷ്യനെ കരുതുന്ന ദൈവം. രണ്ടാമതായിട്ട് ഈ മനുഷ്യന് തക്കതായിട്ടുള്ള തുണയില്ല എന്ന് മനസ്സിലാക്കി ദൈവം മനുഷ്യന് വേണ്ടി ഒരു തുണിയെ, തക്കതായിട്ടുള്ള തുണിയെ കൊടുക്കുന്ന ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മനുഷ്യനെ ഒരു ഫ്രീ വില്ലോടുകൂടി സ്വയേച്ഛയുള്ള ഒരു വ്യക്തിയായിട്ട് തിരഞ്ഞെടുത്തിട്ട് അവനോട് പറയുകയാണ്, നന്മയും തിന്മയും കാണിച്ചിട്ട് പറയുകയാണ്, നീ തിരഞ്ഞെടുക്കുക എന്ന് പറയുകയാണ്. ഒരു തിരഞ്ഞെടുപ്പ് അവനെ ഒരു കമ്പ്യൂട്ടറായിട്ടല്ല സൃഷ്ടിച്ചത്, തിരഞ്ഞെടുക്കുവാൻ കഴിവുള്ള ഫ്രീ വില്ലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനോട് തന്നെ പറയുകയാണ്, നീ തന്നെ തിരഞ്ഞെടുക്കുക, നന്മയും തിന്മയും അവൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് നീ ഏത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കാണിക്കും. അങ്ങനെ നാലാമതായിട്ട് നമുക്ക് കാണാൻ സ്നേഹവാനായ ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ദൈവത്തിൻ്റെ വചനത്തിനായിട്ടും ദൈവത്തിൻ്റെ കഥയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് മഹത്വമുള്ളവരായിട്ട് ജീവിപ്പാൻ സഹായിക്കണമെന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സകലതും തരുന്ന, ഞങ്ങൾക്ക് വേണ്ടി സകല ആവശ്യങ്ങളെ നിറവേറ്റി തരുന്ന കർത്താവ് അങ്ങായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവ് ഞങ്ങൾക്കുണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഏത് ആവശ്യങ്ങളും അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കേട്ടതുകൊണ്ട് സ്തോത്രം. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈ അമർത്താൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.